ശാസ്താവിന് തടമ്പെടുക്കുന്ന മലയാളപ്പുഴ രാജൻ എന്ന ആന ആ തെക്കൻ തിരുവിതാംകൂറിൽ കുറച്ച് ദിക്കിയിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഒരു ആനയായിരുന്നു. ശബരിമല ശാസ്താവിൻ്റെ തടമ്പ് ഏറ്റുന്നതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് ആനയാണെങ്കിലും അവിടങ്ങളിൽ കുറച്ച് ദിക്കിൽ മാത്രം തന്നെ ഇങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരുന്ന ആനയും നാട്ടുകാരുടെ ഇടയിൽ അത്രയൊന്നും ഒരു പേരും പ്രശസ്തിയും ഇല്ലാത്ത ഒരു ഗജവീരനുമായിരുന്നു. പക്ഷേ എന്തോ ഒരു ഭാഗ്യവശാൽ അത് ഈ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ളതായ കുറച്ച് ഗജപ്രേമികൾ അതിനെ കൊണ്ടുവന്ന് ഒരു ഗജരാജപ്പട്ടം കൊടുക്കുകയും അതിനെ അങ്ങനെ ആർഭാടപൂർവ്വം എഴുന്നള്ളിക്കുകയും ചെയ്തപ്പോൾ പിന്നെ തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ നാട്ടിലും ആ പ്രദേശങ്ങളിലും അത് കൂടുതൽ ബഹുമാന്യനായി പ്രശസ്തനായി അറിയപ്പെടുകയും ചെയ്തു. ആ ആനയെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടാമത്തെ ജന്മം എന്നൊക്കെ പറയാം. ദ്വിജനായി മാറുകയാണ് ആന. ഇതേവരെ ആരാലും അറിയപ്പെടാതെ കണ്ട് ആ തിരുവിതാംകൂറിൻ്റെ ഏതോ ഒരു മൂലയ്ക്കിൽ ആ ക്ഷേത്ര പരിസരത്ത് മാത്രം വേണ്ടത്ര പരിചരണങ്ങളൊന്നും ലഭിക്കാതെ ജീവിച്ചിരുന്ന ഒരാന ഇപ്പോൾ ആ നാട്ടിൽ മാത്രമല്ല കേരളം മുഴുവൻ പരക്കെ അറിയപ്പെടുകയും എല്ലാ ഗജപ്രേമികളുടെയും ബഹുമാനം ആർജിക്കുകയും ചെയ്തു. ആ ആന ഒരു പക്ഷേ ഇനി ശബരിമല രാജൻ എന്ന പേരിൽ അറിയപ്പെടാം. ഗുരുവായൂർ പത്മനാഭൻ എന്നൊക്കെ പറഞ്ഞ മാതിരി മറ്റൊരു ഈശ്വര ചൈതന്യം ആവാഹിച്ചെടുത്ത മറ്റൊരു ആനയായിട്ട് കേരളം മുഴുവൻ അറിയപ്പെട്ടു എന്നും വരാം. അങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും ജന്തുക്കളുടെ ജീവിതത്തിലും എല്ലാ പ്രാണികളുടെ ജീവിതത്തിലും ഉണ്ടാകുന്നതായ ചില ഭാഗ്യങ്ങൾ. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും അധികം നടവരവുള്ള ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. നിലത്തു വീണാൽ കുറഞ്ഞത് ഒരു 5-8 തവണയെങ്കിലും ചാടി മറിഞ്ഞതിന് ശേഷം മാത്രം എവിടെയെങ്കിലും ഒരിടത്ത് അടങ്ങി ഒതുങ്ങി കിടക്കാൻ കഴിയുന്ന ഒരു റബ്ബർ പന്ത് പോലെ സദാ തുള്ളിത്തെറിച്ച് നടക്കുന്ന കുസൃതിക്കുരുന്ന്, അഥവാ വികൃതിക്ക് കൈയും കാലും വെച്ചവൻ, അതായിരുന്നു പഴയ കൊച്ചുരാജൻ. അവൻ്റെ കളിതമാശകളുടെ മൂർച്ചയേറുമ്പോൾ അന്നത്തെ ദേവസ്വം ജീവനക്കാരും ചില നാട്ടുകാരുമൊക്കെ ആശങ്ക പ്രകടിപ്പിക്കും. ഇതിങ്ങനെ പോയാൽ നാടിന് ചീത്തപ്പേര് കേൾപ്പിക്കുമെന്നാ പേടി. അപ്പോൾ അവൻ്റെ വളവും തിരിവുമില്ലാത്ത വാലും
പാണ്ടും പുള്ളികൾ ഏതുമില്ലാത്ത മേലെണ്ണാക്കും കാണിച്ചു കൊടുത്തുകൊണ്ട് അന്നത്തെ പാപ്പാൻ കൃഷ്ണപിള്ള അമ്മാവൻ പറയുമായിരുന്നു, ഏയ് ഒന്നും പേടിക്കാനില്ല, ഇത് ഈ പ്രായത്തിൻ്റെ കളികളല്ലേ. ഇത്തിരി കാര്യഗൗരവം വന്നു കഴിഞ്ഞാൽ ഇവനെപ്പോലെ പട്ട് സ്വഭാവക്കാരൻ വേറെ കാണില്ല. മാത്രമല്ല ഇവൻ്റെ ലക്ഷണം വെച്ച് നോക്കിയാൽ നാളെ ഒരു കാലത്ത് ചിലപ്പോൾ നിങ്ങൾ ഈ നാടും നാട്ടാരുമൊക്കെ നാലാളുടെ മുമ്പിൽ അറിയപ്പെടാൻ പോകുന്നത് ഈ ആനക്കുരുന്നിൻ്റെ പേരിലായിരിക്കും. നാടാർ വാസു, പരമേശ്വരൻ നായർ, രാമചന്ദ്രൻ നായർ, കൃഷ്ണപിള്ള അമ്മാവൻ, പിന്നെ ഇപ്പോഴൊപ്പമുള്ള CN ശിവരാമൻ എന്നിവരാണ് മലയാലപ്പുഴയിലെ ആനരാജനൊപ്പം ഏറ്റവും കൂടുതൽ കാലം നിന്നിട്ടുള്ള പാപ്പാന്മാർ. ഒന്നാമനായി CN ശിവരാമനും രണ്ടാമനായി സന്തോഷുമാണ് ഇപ്പോൾ രാജൻ്റെ ചുമതലക്കാർ. शिवे सर्वार्थ साधिके. സ്ത്രീയുടെയും ആനകളുടെയും സ്വഭാവം ഒരുപോലെ, രണ്ടും വ്യത്യാസമില്ല. ഇല്ല പക്ഷേങ്കിലേ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നതിൻ്റെ ഒരു സ്നേഹമുള്ളൂ രണ്ടിനും. സ്ത്രീകൾക്കും, സ്ത്രീകളതിനോട് തല്ലിക്കൊന്നാലും കുഴപ്പമില്ല, സ്ത്രീകൾക്കും സ്ത്രീകളും ആനയും നമ്മളെന്ത് കൊടുക്കുന്നു അതിൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൊടുക്കാതെ വന്നാൽ കൊല്ലും, ആന കൊന്നിരിക്കും. നമ്മുടെ സ്വന്തം ഭാര്യനെ നമ്മൾ കൃത്യമായ 9 മണിക്ക് വൈകിട്ട് വീട്ടിൽ ചെല്ലുന്നവനാണ് ദിവസവും. ഒരു ദിവസം എതിർച്ച് നമുക്ക് ചെല്ലാവത്തില്ല. നമ്മളൊരു കൂട്ടുകാരനെ സ്റ്റാൻഡ് വെച്ച് കണ്ട് അവനോട് വിളിച്ച് വർത്താനം പറഞ്ഞ് ചിലപ്പോൾ സ്മോൾ അടിച്ചെന്നിരിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ അരമണിക്കൂർ താമസിച്ചു പോയി. വീട്ടുകാരത്തെ ഭാര്യ അവിടെ നിന്ന് ഈ അരമണിക്കൂർ എന്താ പുള്ളി താമസിച്ചേ? നിങ്ങൾ ആദ്യം ചോദിക്കുന്നത് എന്താണെന്നറിയും, നിങ്ങൾ എവിടെ ആയിരുന്നു? അവര് നമ്മളോട് ചോദിക്കുന്നില്ല. ചോദിക്കത്തില്ല, പുരുഷന്മാരും മിണ്ടന്മാരെ. ഉടനെ ഭാര്യ ചോദിക്കുന്നതാ എവിടെ ആയിരുന്നു? എടി വിശ്വസിക്കത്തില്ല. അവരുടെ സംശയം ഉണ്ടായി, പ്രശ്നമായി. പക്ഷെ നമ്മൾ 365 ദിവസം ചെലവിന് കൊടുക്കാൻ ചെന്നോണ്ടിരുന്ന ഒരു അരമണിക്കൂർ താമസിച്ചതിന് അവിടെ ഭദ്രകാളിയായി. നമ്മുടെ ഈ എപ്പിസോഡ് ടിവിയിൽ വന്നു കഴിയുമ്പോൾ ചേട്ടൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇത്രയും ഒരു ദിവസം താമസിച്ച പ്രശ്നമുള്ള ഈ പ്രോഗ്രാം കണ്ടു കഴിയുമ്പോഴത്തേക്കും പ്രശ്നം നമുക്കത് പ്രശ്നമല്ല. ആനയും സ്ത്രീയും ഒന്നാണ്, പക്ഷെ രണ്ടും ശക്തിയാണ്. ശരിക്കും പുരുഷന്മാരെ നമ്മൾ ഈ കാഴ്ചയിലുള്ള ശക്തിയുള്ളൂ, ഇതുണ്ടെന്നുള്ളൂ. അത്രേ ഉള്ളല്ലേ? ആനയും ശക്തിയാണ്, സ്ത്രീ ശക്തിയാണ്. ആനയും സത്യമാണ്, സ്ത്രീകളും സത്യമാണ്. നമ്മളാണ് കുഴപ്പക്കാര്. ഈ രണ്ടിൻ്റെയും വെറുപ്പ് സമ്പാദിക്കാനൊക്കത്തില്ല. ആനയുടെയും വെറുപ്പ് നമുക്ക് സമ്പാദിക്കാനൊക്കത്തില്ല, സ്ത്രീകളുടെയും വെറുപ്പ് നമുക്ക് സമ്പാദിക്കാനൊക്കത്തില്ല. രണ്ട് ശക്തിയും സത്യവുമാണ്. അതുകൊണ്ട് നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കണം, ആനയും ബഹുമാനിക്കണം. ഈ ആന ബഹുമാനിക്കാത്തൊരു വിഭാഗം പാപ്പന്മാരുണ്ടാവില്ലേ? ഇല്ല. പാപ്പാനായിട്ട് ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നവൻ എന്തായാലും അതിനോടൊരു ബഹുമാനം ഉള്ളത് കൊണ്ട് തന്നെ. അല്ല, ആനയോടുള്ള സ്നേഹം കൊണ്ടല്ല പാപ്പാനാണ്. ഈ സമൂഹത്തിന് പക്ഷേ ഇപ്പോഴും ആ ഒരു നമ്മളീ പറയുന്ന ഒരു കാര്യം സമൂഹം മനസ്സിലാക്കുന്നില്ലല്ലേ യഥാർത്ഥത്തിൽ? അത് സമൂഹത്തിന്റെ വിവരക്കേടല്ലേ? അതേ ഞാൻ പറയുന്നത്. അതെ, സ്ത്രീയും ശക്തിയാണ്, ആനയും ശക്തിയാണ്. ഒരുപക്ഷെ സ്ത്രീയുടെ ശക്തിയും കാത്തിരിപ്പിൻ്റെ തീവ്രതയുമെല്ലാം മറ്റാരേക്കാളും ഏറെ ഹൃദയം കൊണ്ട് അറിയുന്നവൻ മലയാലപ്പുഴ രാജനായിരിക്കും. എന്നാൽ മലയാലപ്പുഴ രാജൻ ഇന്ന് ശബരിമല ശാസ്താവിനെ ശിരസിലേറ്റുന്നവൻ എന്ന പേരിലാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നതെങ്കിലും മണ്ഡലക്കാലത്ത് അവൻ മറ്റൊരാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും സാരഥിയുമായി മാറും. മറ്റാരുടേതുമല്ല, മണികണ്ഠസ്വാമിയെ മനസ്സാ വരിച്ച് ആ നിത്യകാമുകൻ ഒരു വരണമാല്യം ചാർത്തിത്തരുന്ന നാളും നോക്കി കാത്തിരിക്കുന്ന സാക്ഷാൽ മാളികപ്പുറത്തമ്മയുടെ സാരഥ്യം ഏറ്റെടുക്കും. ആദ്യം മാലോകർക്ക് മുഴുവൻ നാശവും ശല്യവുമായി വന്ന് തിന്മ വിതയ്ക്കുകയും അങ്ങനെ മണികണ്ഠൻ്റെ ശത്രുവായി മാറുകയും ചെയ്ത മഹിഷി എന്ന അസുരസ്ത്രീയുടെ കഥ അറിയാത്തവർ അധികമുണ്ടാവില്ല. പിന്നെ മണികണ്ഠൻ്റെ കൈകളാൽ വധിക്കപ്പെട്ട് അല്ലെങ്കിൽ മോക്ഷം സിദ്ധിച്ച് അസുരഭാവത്തിൽ നിന്നും ദൈവവഴിയിലേക്ക് വന്നപ്പോൾ മണികണ്ഠനെ തന്നെ ഭർത്താവായി ലഭിക്കണമെന്ന വരം ചോദിക്കുകയും ചെയ്ത മഹിഷി എന്നെങ്കിലും ഒരിക്കൽ ശബരിമലയിലേക്ക് കന്യ അയ്യപ്പന്മാർ എത്താതാവുന്ന ഒരു മണ്ഡലക്കാലമുണ്ടായാൽ അന്ന് തൻ്റെ പട്ടമഹിഷിയാക്കിക്കൊള്ളാമെന്ന വരം നൽകി മാളികപ്പുറത്തമ്മയാക്കിയിരിക്കുന്ന ഐതിഹ്യം പ്രസിദ്ധമാണല്ലോ. ശബരിഗിരീശൻ്റെ വരപ്രകാരം എല്ലാ വർഷവും മകരവിളക്ക് ദശിച്ച് കഴിയുമ്പോൾ തന്നെ
മാളികപ്പുറത്തമ്മ പിന്നെ സമയം പാഴാക്കാതെ മലയാലപ്പുഴ രാജൻ്റെ പുറത്തേറി അയ്യപ്പൻ്റെ നടയിലെത്തും. അങ്ങനെ താൻ ഇപ്പോഴും കാത്തിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലിനായി ഭഗവാനെ മുഖം കാണിക്കുന്ന ആ ചടങ്ങ് 4 നാൾ ആവർത്തിക്കും. എന്നിട്ട് 5-ാം നാളാണ് സർവാഭരണ വിഭൂഷിതയായി ശരംകുത്തിയിലേക്കുള്ള യാത്രയ്ക്കിറങ്ങുന്നത്. ആ യാത്രയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. എന്തെന്നാൽ ശരംകുത്തിയിൽ കന്യയ്യപ്പന്മാർ കുത്തിവെച്ചിട്ടുള്ള ശരങ്ങൾ നോക്കിയാണല്ലോ ഈയൊരു മണ്ഡലക്കാലത്ത് എത്ര കന്യയ്യപ്പന്മാർ മല ചവിട്ടാൻ എത്തിയെന്ന് നിർണയിക്കപ്പെടുന്നത്. അപ്പോൾ മാളികപ്പുറത്തു നിന്നും ശരംകുത്തി വരെയുള്ള മാളികപ്പുറത്തമ്മയുടെ ആ യാത്രയ്ക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു കല്യാണയാത്രയുടെ നിറപ്പകിട്ടും മേളക്കൊഴുപ്പും ഉണ്ടാവുക തികച്ചും സ്വാഭാവികം. അതെ, ആ യാത്ര മാളികപ്പുറത്തമ്മയ്ക്ക് മാത്രമല്ല, മാളികപ്പുറത്തമ്മയുടെ സാരഥിയാവുന്ന മലയാലപ്പുഴ രാജനും വികാരവിക്ഷുബ്ധമായ ഒരു മുഹൂർത്തമാണ്. ഓരോ വട്ടവും പ്രതീക്ഷയുടെ 1000 ചെമ്പനീർ പൂവുകൾ കോർത്തെടുത്ത വരണമാല്യവുമായി മാളികപ്പുറത്തമ്മ ശരംകുത്തിയിലേക്ക് എത്തുന്നതും പിന്നെ ആയിരക്കണക്കായ അല്ല ലക്ഷക്കണക്കായ ശരങ്ങൾ കണ്ട് നിരാശയിൽ മുങ്ങി കഥനഭാരത്തോടെ നിറകണ്ണുകളുമായി പിന്നെയും മല കയറി മാളികപ്പുറത്തെ നിത്യകന്യകാ പട്ടത്തിലേക്ക് മടങ്ങുന്നതുമെല്ലാം മലയാലപ്പുഴ രാജൻ എത്രയോ വർഷങ്ങളായി കാണുന്നു, അല്ല സാക്ഷ്യം വഹിക്കുന്നു. ശബരിമലയുടെ പേരും പെരുമയും നാൾക്കുനാൾ പാറിപ്പറക്കണം. ഓരോ വട്ടവും ലക്ഷക്കണക്കായ പുതു ഭക്തർ അയ്യപ്പ ദർശനം തേടി മല ചവിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ പാവം മാളികപ്പുറത്തമ്മയുടെ മനസ്സുരുക്കവും ഗദ്ഗതങ്ങളും ഓർക്കുമ്പോൾ ഒരിക്കലെങ്കിലും കന്യയ്യപ്പന്മാർ മല ചവിട്ടാത്ത ഒരു മണ്ഡലക്കാലം ഉണ്ടായെങ്കിൽ എന്ന് അവനും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? പാവം ആ ആന മനസ്സും പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ലേ? എന്തെന്നാൽ ബ്രഹ്മചര്യത്തിൻ്റെ നോവും നീറ്റലും, പ്രത്യേകിച്ചും അടിച്ചേൽപ്പിക്കപ്പെട്ട ബ്രഹ്മചര്യത്തിൻ്റെ അകംപുകച്ചിലുകൾ മറ്റാരേക്കാളും നന്നായിട്ടറിയാവുന്നവരാണല്ലോ നമ്മുടെ നാട്ടാനുകൾ. മാളികപ്പുറത്തു നിന്നും ശരംകുത്തി വരെയുള്ള യാത്ര അക്ഷരാർത്ഥത്തിൽ തന്നെ താളമേള സമൃദ്ധമാണെങ്കിൽ നൈരാശ്യത്തിൽ മുങ്ങിത്താഴ്ന്നുള്ള തിരിച്ചുപോക്ക് തികച്ചും മൗന നിബദ്ധമാണ്. ആരും ആരോടും മിണ്ടാതെ വാദ്യമേളങ്ങളുടെ നാവ് മരവിച്ചുള്ള ആ മൗനയാത്രയിൽ മലയാലപ്പുഴ രാജൻ്റെ ചങ്ങലയൊച്ചകൾ മാത്രമാവും നിശബ്ദതയെ ഇടയ്ക്കെങ്കിലും ഒന്ന് കീറിമുറിക്കുന്നത്. മലയാലപ്പുഴ രാജൻ മണ്ഡലക്കാലത്ത് മാളികപ്പുറത്തമ്മയുടെ തിടമ്പാണ് വഹിക്കുന്നതെങ്കിൽ ധർമ്മശാസ്താവിൻ്റെ തിടമ്പേറ്റുന്നത് വിഷുവിന് മുമ്പായുള്ള ഉത്സവത്തിനും ആറാട്ടിനുമാണ്. ഒരു ആന ബുക്കിംഗ് ഏജന്റ് എന്നതിനേക്കാൾ ഉപരിയായിട്ടൊരു ആനക്കമ്പക്കാരനാണ്. നോട്ടത്തിൽ എന്താണ് മലയാലപ്പുഴ രാജന്റെ ഒരു പ്രത്യേകത? മലയാളപ്പുഴ രാജന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിന്റെ തിടമ്പ്. ഇപ്പോൾ 20 വർഷത്തോളമായി ശ്രീധർമ്മശാസ്താവിന്റെ തിടമ്പ് ഏറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്താവിന്റെ ആനകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു നാടനാന, കോന്നിക്കൂട്ടിൽ ആന, വീണെടുത്ത കൊമ്പ്, നല്ല ചെവി, നല്ല കയ്യ്, നല്ല ഇടനീളം, എല്ലാ കാര്യം കൊണ്ടും ആന നല്ല ഉത്തമമായിട്ടുള്ള ഒരു ആനയാണ്. പിന്നെ പ്രായത്തിനും വലിയ പ്രായമില്ല. ഇനിയിപ്പോൾ എൻ്റെ ഒരു 40 വയസ്സ് കാണും. എനിക്ക് 40 വയസ്സ് കാണും.
പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ ഒരു പരിപാടി നടന്നതിൽ പിന്നെ ഇപ്പോൾ പൊതുവെ വടക്കൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ പത്മനാഭനാണ് പൊതുവെ എല്ലാം നല്ല ഡിമാൻഡായിട്ട് നിൽക്കുന്നത്. കാരണം അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ആനയാണ്. അപ്പോൾ എന്ത് കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഗുരുവായൂർ പത്മനാഭനായാലും ഗുരുവായൂർ പത്മനാഭനെ കുറിച്ച് പറയുകയാണെങ്കിലും ആര് ചോദിച്ചാലും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഒരു ആന എന്ന രീതിയിൽ മലയാളപ്പുഴ രാജൻ എന്ന ആനയുടെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെ ആന എന്നുള്ള രീതിയിൽ എല്ലാവരും സങ്കല്പിക്കുള്ളൂ. എല്ലാം ഉണ്ടെങ്കിലും എല്ലാം തികഞ്ഞവരെങ്കിലും ചിലർ അവരർഹിക്കുന്ന ഉയരത്തിലേക്കും അംഗീകാരങ്ങളിലേക്കും എത്തിപ്പെടുന്നത് ചിലപ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കും. തീർത്തും അപ്രതീക്ഷിതമായ ഒരു കോണിൽ നിന്നാവും അതിനുള്ള അത്ഭുത സ്പർശം അവരെ തേടിയെത്തുന്നത്. അതെ, മലയാലപ്പുഴ ദേവിയുടെ മാനസപുത്രനും കലിയുഗ വരദനായ സാക്ഷാൽ ശബരിമല ധർമ്മശാസ്താവിൻ്റെ മുഖ്യ സാരഥിയുമായിരുന്നിട്ടും പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിലേക്ക്, ജനപ്രീതിയുടെ അത്യുന്നതങ്ങളിലേക്ക് പൊടുന്നനെ അവനെ കയറ്റിയിരുത്തിയത് അവരായിരുന്നു. പള്ളിപ്പറമ്പുകാർ, അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ പള്ളിപ്പറമ്പുകാവിലമ്മയുടെ തട്ടകക്കാരായ ഒരുപറ്റം ആനക്കമ്പക്കാർ. പള്ളിപ്പറമ്പ് ദേവസ്വം മലയാലപ്പുഴ രാജന് സമർപ്പിച്ച ഗജരാജ പട്ടമാണ് മിന്നൽ പിണരിൻ്റെ വേഗതയിൽ ഇവൻ പ്രശസ്തിയിലേക്ക് കുതികുതിക്കാൻ നിമിത്തമായത്. പൂർണ്ണത്രയീശൻ്റെ മുന്നിൽ ദർശനം ചെയ്യിച്ച് തൊടുവിച്ചു കൊടുത്ത ചന്ദനക്കുറിയും ചാർത്തിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി, അല്ല പട്ടാഭിഷേക ചടങ്ങിനായി മലയാലപ്പുഴ രാജൻ ചുവടുവെച്ച് തുടങ്ങിയത്. പൂർണ്ണത്രയീശൻ്റെ ഗോപുരം കടന്ന് പുറത്തു വന്ന രാജനെ, തിരുവിതാംകൂർ വീരകേസരിയെ, കൊച്ചി രാജനഗരിയിലെ യുവത്വങ്ങളും തുള്ളിത്തെറിക്കുന്ന ബാല്യങ്ങളും അക്ഷരാർത്ഥത്തിൽ തന്നെ ആവേശത്തിൻ്റെയും ആരവങ്ങളുടെയും 1000 കൈകളിലേക്ക് അങ്ങേറ്റെടുക്കുകയായിരുന്നു. പിന്നെ മുത്തുക്കുടകളുടെയും അമ്മൻകുടങ്ങളുടെയും കാവടി സംഘങ്ങളുടെയും എല്ലാം അകമ്പടിയോടെയുള്ള ഗംഭീര വരവേൽപ്പ്. പള്ളിപ്പറമ്പുകാർ അവരുടെ ഫ്ലെക്സ് ബോർഡുകളിൽ ആലേഖനം ചെയ്തിരുന്നത് പോലെ, ദൈവം രാജനഗരിയിൽ നേരിട്ടെത്തിയതുപോലെ, അതായത് ശബരിമല ധർമ്മശാസ്താവ് നേരെ തൃപ്പൂണിത്തുറയിൽ വന്നിറങ്ങിയാലെന്ന പോലെയായിരുന്നു രാജൻ ആടി ഉലഞ്ഞു നടന്ന രാജവീഥികൾക്കിരുവശവും അസുലഭ നിർവൃതിയോടെ ജനം തിങ്ങി നിറഞ്ഞത്. വഴിനീളെ പുഷ്പവൃഷ്ടി നടത്തിയും പടലക്കണക്കിനും കുലക്കണക്കിനും പഴങ്ങൾ അവനു വേണ്ടി കാത്തുവച്ചും ആരാധകർ തിരുവിതാംകൂറിൻ്റെ വലിയ പടത്തലവനെ സ്നേഹാദരങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയായിരുന്നെങ്കിൽ, പള്ളിപ്പറമ്പുകാവിലേക്ക് തിരിയുന്ന വീതി കുറഞ്ഞ ഇടറോഡിലെത്തിയപ്പോൾ പോലും തങ്ങൾ തൊട്ടുരുമിയും താടിക്ക് താളം പിടിച്ചും ഒരു കളിപ്പാട്ടമെന്നോണം കൊണ്ടു നടക്കുന്ന ഈ മലയാലപ്പുഴ രാജനും എന്തിനും പോന്ന കൊമ്പനാന തന്നെയാണെന്ന കാര്യം ഒന്നും ഓർക്കാൻ അവർ തയ്യാറായിരുന്നില്ല. പക്ഷെ ആരൊക്കെ എന്തൊക്കെ കളിച്ചാലും ശരി, തനിക്കും തൻ്റെ ആനയ്ക്കും അതിൽ സന്തോഷമേ ഉള്ളൂ എന്ന മട്ടിലായിരുന്നു രാജൻ്റെ പ്രധാന പാപ്പാൻ ശിവരാമൻ. പള്ളിപ്പറമ്പുകാവ് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ വളരെ നാളുകളായിട്ട് അവരുടെ ആഗ്രഹപ്രകാരം വളരെ അക്ഷീണമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് സാധ്യമായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അനുമതി വാങ്ങിയിട്ടാണ് അവരെന്നെ സമീപിച്ചത്. അതിനുശേഷം ഞാൻ ആനയ്ക്ക് ആരോഗ്യ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതിൻ്റെ വെളിച്ചത്തിലുള്ള ആനയെ ഇങ്ങോട്ട് അയക്കാൻ സാധിച്ചത്. എനിക്ക് ആന ഇവിടെ വന്ന് ഈ ആനയ്ക്ക് വളരെ ഗംഭീരമായൊരു സ്വീകരണമാണ് ഇവിടുത്തെ പ്രിയപ്പെട്ട പ്രത്യേകങ്ങൾ നൽകിയിരുന്നത്. ആദ്യത്തേതാണ്. അപ്പോൾ അവന് ദേവസ്വം ബോർഡിലൊരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് അതിന് വളരെ അതിയായ സന്തോഷമുണ്ട്. ദേവസ്വം ബോർഡിലെ മറ്റ് പല ആനകളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ട്. മറ്റാനകൾക്കും ഇതുപോലൊരു സൗഭാഗ്യം സമീപഭാവിയിൽ കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ആനകളെ സംബന്ധിച്ചല്ല, നമ്മളെ ആനകളെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് അത് വളരെ നല്ലൊരു ആനകളെ പറ്റിയുള്ള പ്രസക്തിയുണ്ട്. കിരീടധാരണ ചടങ്ങിന് ആശംസ നേരാനും പട്ടം ചാർത്തുവാനും കാലേക്കൂട്ടി എത്തിച്ചേർന്നിരിക്കുന്നവരെ കണ്ടപ്പോൾ
രാജന് പിന്നെയും അത്ഭുതമായി കാണണം. ആരൊക്കെയാണ് ഒരു നാൽക്കാലിയെ ചൊല്ലി ഒത്തുകൂടിയിരിക്കുന്നത്? സ്ഥലം MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ, കൗൺസിലർമാർ, ദേവസ്വം ബോർഡ് മെമ്പർ, അങ്ങനെ VVIPകളുടെ ഒരു നെടുനെടുങ്കൻ നിര. ഈശ്വര, ഈ കൊച്ചു കേരളത്തിൽ ഒരാനയ്ക്കും ഇത്രമേൽ വിലയോ? എല്ലാം മലയാലപ്പുഴ ഭഗവതിയുടെയും ശബരിമല ശാസ്താവിൻ്റെയും കൃപാകടാക്ഷം എന്ന് തന്നെ വിചാരിക്കാനാവും. അംഗീകാരത്തിൻ്റെ ഈ സുവർണ നിമിഷങ്ങളിലും മലയാലപ്പുഴ രാജന് താൽപ്പര്യം. ഒപ്പം പള്ളിപ്പറമ്പ് കാവിലമ്മയോട് തീർത്താൽ തീരാത്ത കടപ്പാട്. സ്ഥലം MLA K. ബാബുവാണ് പള്ളിപ്പറമ്പ് ദേശത്തിനു വേണ്ടി അവൻ്റെ കഴുത്തിൽ പട്ടം ചാർത്തിക്കൊടുത്തത്. അത്രയും സൗന്ദര്യം ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പുതിയ സംസ്കാരം നമ്മുടെ സമൂഹത്തിനകത്ത് വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നത് നമ്മളോട് പല സംഭവങ്ങളും ആവശ്യപ്പെടുകയാണ്. പിന്നലെ നടത്തിയ ഗജരാജപ്പട്ടം അത് നിങ്ങളുടെ ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിരുന്നു ജനപങ്കാളിത്തം? തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിരുന്നു. കാരണം ഞങ്ങൾ അതിന് പുറകിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ എങ്കിൽ തന്നെ അത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിരുന്നു. ആൾക്കാരിൽ നിന്ന് വന്ന ഒരു പോസിറ്റീവായിട്ടുള്ളത് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് എല്ലാവരും. ഈ മധ്യ കേരളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നതുകൊണ്ട് മറ്റു ജനങ്ങളും വളരെയധികം പ്രതീക്ഷയോടെയാണ് ഇത് കണ്ടത്. കൂടുതലും ഈ ഭാഗത്ത് വടക്കൻ കേരളത്തിൽ ആളുകളാണ് ഈ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. വരവ് ആദ്യമായിട്ടാണ്, അതും ശബരിമല അയ്യപ്പൻ്റെ ആന എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകതയാണ്. ശബരിമല ശാസ്താവ് വന്നിറങ്ങിയ ജനം പിന്നെ ലക്ഷണങ്ങളും നല്ല ലക്ഷണങ്ങളുള്ള ആനയാണ്. ഇപ്പൊ നല്ല ചെവിയുണ്ട്, നല്ല കൊമ്പുള്ള ആനയാണ്. പല ആനകളെ വെച്ച് നോക്കുമ്പോഴും നല്ല സുന്ദരനായ ആനയാണ്. പള്ളിപ്പറമ്പ് കാവുകാർ പക്ഷേ ഗജരാജപ്പട്ടവും ഉത്സവത്തിടമ്പും മാത്രമല്ല, അവനു വേണ്ടി മറ്റൊരു വിരുന്നൂട്ട് അല്ല മരുന്നൂട്ട് കൂടി കരുതി വച്ചിട്ടുണ്ടായിരുന്നു. മരുന്നൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നാം തരം കരിമരുന്ന് പ്രയോഗം. നാട് മുഴുവൻ നടുങ്ങുന്ന വെടിക്കെട്ടിന് രാജൻ സാബ് ഇതിനു മുമ്പും പല പല ക്ഷേത്രങ്ങളിലും സാക്ഷിയായിട്ടുണ്ടെങ്കിലും ലോകം മുഴുവനുമുള്ള കതിരാവെടികൾ സംഘടിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഇത്രയും വലിയ ഒരു കൂട്ടവെടി അതൊരു പക്ഷേ അവൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ അനുഭവമായിരിക്കും. മലയാലപ്പുഴ രാജനോടുള്ള ആദരസൂചകമായിട്ടാവാം ഇക്കുറി ഒരാനയുടെ തിരുമുഖത്തിൻ്റെ രൂപത്തിലായിരുന്നു കതിനകൾ നിരത്തിയുള്ള ഡിസൈൻ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരുന്നത്. പള്ളിപ്പറമ്പുകാർക്കെല്ലാം ഈ സമയം 10,000-ഓളം വരുന്ന കൂട്ടവെടിയുടെ കൂട്ടപ്പൊരിച്ചിൽ കാണാനാണ് ആവേശം. പക്ഷേ നമ്മൾ ഈ ആനപ്പരിപാടിക്കാരുടെ കണ്ണ് മറ്റൊന്നിലായിരുന്നു. ഇത്രയും കനത്ത കരിമരുന്ന് പ്രയോഗം ആനയിലുണ്ടാക്കുന്ന പ്രതികരണം, അതായിരുന്നു ഞങ്ങൾ തേടിയത്. മലയാലപ്പുഴ രാജനെന്ന ഗജരാജാവിൻ്റെ പേരിനും ഗജരാജൻ 100 ആണ്ട് വാഴുക.